മെൻസ് കമ്മീഷനെ ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ ആസ് ആൻ ഇന്റർസെക്ഷണൽ ഫെമിനിസ്റ്റ് ഞാൻ ഒരിക്കലും അതിനെ എതിർക്കുന്നില്ല. നമുക്കൊന്നിച്ച് പോകാവുന്ന അത്രയും വഴികളിൽ കൂടി പോകണമെന്ന് തന്നെയാണ്. പക്ഷേ അത് സവാദിന്റെ പോലെയുള്ള കേസുകൾ എടുത്തോണ്ട് അതുകൊണ്ടാ പറയുന്നത് യു ആർ ആൻ ഇന്റർസെക്ഷണൽ ഫെമിനിസ്റ്റ്. യുഎന്നില് അംഗത്വമുള്ള രാജ്യമാണ്. മിക്കവാറും ലോക രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്ന ഒരുവിധം എല്ലാ ഐഡിയോളജിയും ഇന്ത്യ അതിന്റെ പല പരിമിതികളും അല്ലെങ്കിൽ അതിന്റെ പല കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അതിനോട് സപ്പോർട്ട് ചെയ്ത് പോകുന്നതാണ്. സോ ലേറ്റസ്റ്റ് ഫെമിനിസം ബിലീവ് വുമൺ എന്ന് അഡമെന്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതല്ല, മറിച്ച് ഫൈൻഡ് ഫാക്ട്സ് ആൻഡ് എൻഷുർ ജസ്റ്റിസ് ആണ്. അതിനുവേണ്ടി ആരൊക്കെ നിലകൊള്ളുന്നു ഒരു പരാതി കൊടുത്താൽ ഫാക്ട് എവിടെ ചെക്ക് ചെയ്യും? എന്നെ പിടിച്ച് അകത്തിടും. ഞാനൊരു അഭിഭാഷകനാണ്, ഞാൻ പേടിച്ചിട്ടാ പറയുന്നത്. നിങ്ങളൊരു പരാതി കൊടുത്താൽ മോഡസ്റ്റി ഓഫ് ദ വുമണിനെ ഈ സാറ് എന്നെ ചെയ്യുന്ന ഒരു പരാതി കൊടുത്താൽ കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞ് പോലീസ് കേസ് എടുക്കും. അവിടെ ഫാക്ട് ചെക്കിംഗ് ഒന്നുമില്ല. എന്ത് ഫാക്ട് ചെക്കിങ്? അത് വരണമെന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഫെമിനിസം എന്ന് പറയുന്നത് പുരുഷന്മാർ തമ്മിലുള്ള വർക്കല്ല. ഈ ലോകത്തിന്റെ വിഭവങ്ങൾ തുല്യനീതിയിൽ എല്ലാവരിലും എത്തുന്നില്ല. ഇറ്റ് ഈസ് ഇൻ ദ നെയിം ഓഫ് കാസ്റ്റ്, ക്രീഡ് ആൻഡ് കളർ ആൻഡ് ഓൾസോ ജെൻഡർ. അത് പലരിലേക്ക് ഒരു സ്ത്രീക്ക് ജനിക്കുന്ന തൊട്ട് മരിക്കുന്നവരെ പ്രിവിലേജാ. ജനിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തീർക്കട്ടെ. ജനിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പാരന്റ്സിന് ആനുകൂല്യം പറയട്ടെ. ജനിച്ചു കഴിഞ്ഞാൽ പാരന്റ്സിന് ആനുകൂല്യം. എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ ഈ സ്കൂളിൽ പോകുമ്പോൾ അതുപോലെ ബസ്സിൽ ഫ്രീ, എല്ലാ കാര്യങ്ങളിലും ആനുകൂല്യം കിട്ടുന്നുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് ന്യൂസ് വരെ 2 യുവതികൾ അടക്കം 5 ആൾ മരിച്ചതാ. ഇങ്ങനെയാണ് വരുന്നത്. ബിന്ദുമണി, നിങ്ങൾ ഇവിടെ വന്നിരുന്ന് പറയുന്ന പല കാര്യങ്ങളും ഞങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. ഞങ്ങളുടെ മേലെ കൂടുതൽ പഠിക്കൂ. അതായത് നമ്മുടെ കേട്ടിട്ട് നടുങ്ങിപ്പോയ ഒരു കാര്യം ഇന്റർസെക്ഷണൽ അല്ല എന്നവർ പറയുന്നു. ഞങ്ങൾ നടുങ്ങിപ്പോയി. ഞങ്ങൾ എന്താണ് ഫെമിനിസം എന്ന് അവർ നമ്മളെ പഠിപ്പിക്കുന്നു. ഞാൻ നടുങ്ങിപ്പോയി. എനിക്ക് പറയാനില്ല. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പേരറിയില്ല, 2 ട്രൈബിനെ കുറിച്ച് പറഞ്ഞു. പ്രൊട്ടക്ഷൻസ് ഉണ്ടായിരുന്നു കാലാകാലങ്ങളായി. ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രൊട്ടക്ഷൻ വേണ്ടേ? അല്ല, ഇറ്റ്സ് എ ബയോളജിക്കൽ ട്രേറ്റ്. ഞാൻ അത്രേ പറഞ്ഞോളൂ. നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമില്ല. ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്നേ. നിങ്ങളുടെ ഇഷ്ടം. സ്ത്രീക്കും പുരുഷനും മറ്റു ജെൻഡറിൽപ്പെട്ട എല്ലാ മനുഷ്യർക്കും തുല്യത വേണമെന്നാണ് നമ്മൾ പറയുന്നത്. ഞങ്ങൾ പറയുന്നുള്ളൂ. പുരുഷനും വേണം, അത്രേ ഉള്ളൂ. ലീഗൽ റൈറ്റ്സ് വേണം. നമ്മുടെ അടുത്തേക്ക് വരുന്ന ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ? പുരുഷന്മാരുടെ സൂയിസൈഡൽ റേഷ്യോ വളരെ ഹൈ ആണ്. എന്തുകൊണ്ടാണെന്ന് പറയൂ. എന്തുകൊണ്ടാണ് ഇവിടെ അബ്യൂസ് ചെയ്യപ്പെടുന്ന കണക്കുകൾ നിങ്ങൾ പറയാത്തത് എന്താ? പുരുഷൻ എന്തുകൊണ്ട് 70% ഓഫ് ദ മെൻ ആർ കമ്മിറ്റിംഗ് സൂയിസൈഡ്? വൈ? ഏൽപ്പിക്കുന്ന ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അത് സ്ത്രീക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം സമൂഹം പുരുഷന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. He has to be responsible. He has to take care of family. Ma'am, oh, you are the one who... ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.